പുതിയ സർക്കാർ അധികാരത്തിലേറാൻ വൈകുന്നത് വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൽ സൃഷ്ടിക്കുന്നത്. അതുമാത്രമല്ല ഈ PM ശ്രീ പദ്ധതിയിലും അടക്കം ഇത്തരത്തിൽ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയൊരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിവരങ്ങൾ. അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ 38 വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ് പരീക്ഷാ ഫലം CBSE തടഞ്ഞുവെച്ച മാധ്യമ വാർത്തയിൽ CBSE അധികൃതർ 5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന രക്ഷിതാവിൻ്റെ പരാമർശം തെറ്റിദ്ധാരണ മൂലമെന്ന് ചിന്മയ വിദ്യാലയ അധികൃതർ അറിയിക്കുന്നു. സംസ്കൃതം രണ്ടാം ഭാഷ വിഷയമായി എടുത്ത വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ സമയത്ത് സബ്ജക്റ്റ് കോഡ് തെറ്റി രേഖപ്പെടുത്തിയ സംഭവത്തിൽ CBSE ചുമത്തിയ പിഴയെയാണ് കൈക്കൂലി എന്ന നിലയിൽ തെറ്റായി പരാമർശിച്ചത്. തെറ്റിദ്ധാരണ മൂലമാണ് കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാമർശം നടത്തിയതെന്ന് രക്ഷിതാവ് ഫാറൂഖും പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ 1,33,000 രൂപ CBSE സ്കൂളിന് പിഴ ചുമത്തിയിരുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി ലഭിക്കുന്നതിനും ഫലം തടഞ്ഞു വെക്കാതിരിക്കാനും സ്കൂൾ അധികൃതർ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ചിരുന്നു. എന്നാൽ ഏപ്രിൽ 15-ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ 38 വിദ്യാർത്ഥികളുടെ ഫലം CBSE തടഞ്ഞുവെക്കുകയായിരുന്നു. തടഞ്ഞുവെച്ച പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്കൂളിൽ അത് റിസൾട്ട് വരാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ 38 കുട്ടികളെ റിസൾട്ട് വരാത്ത ആ ഒരു സമയത്ത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സ്കൂളായിട്ട് ബന്ധപ്പെട്ടു. സ്കൂള് ഇത് കോടതിയിലാണെന്നുള്ളൊരു പ്രശ്നമാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സ്വാമിജിയായിട്ട് സംസാരിച്ചു. അപ്പോൾ സ്വാമിജി ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ അടക്കേണ്ട ഫൈനലിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഒരു 5 ലക്ഷം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം സ്വാമിജിയെ നമ്മൾ വിചാരിച്ചു അത് പ്രൈവായിട്ടായിരിക്കും ചോദിക്കുന്നത്, നിങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു. പക്ഷേ പിന്നീടാണ് നമ്മൾ അറിയുന്നത് പെനാൽറ്റിയാണ് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ നമ്മൾ മീഡിയ ആയിട്ട് സംസാരിക്കുന്ന സമയത്തല്ലേ നമ്മൾ പറഞ്ഞത് അത് പ്രൈവായിട്ട് ചോദിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് CBSE ഒരിക്കലും ഇത് നമ്മൾ ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല. CBSE നമ്മൾ എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ CBSE ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ റിസൾട്ട് തടഞ്ഞു വെക്കുമ്പോൾ കുട്ടികൾ മാനസികമായിട്ട് എന്തൊക്കെയോ കുട്ടികൾ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും റിസൾട്ട് വരാൻ തുടങ്ങി. നമ്മളെ കുട്ടികളെ റിസൾട്ട് മാത്രമില്ല, അങ്ങനെ കുട്ടികൾ മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മീഡിയനെ വിളിച്ചിട്ട് സംസാരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഖേദിക്കുന്നു. ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്തതായിരുന്നു CBSEക്കെതിരെ. പക്ഷെ നമ്മൾ ആ മാനസിക സമയത്ത് നമ്മൾ പറഞ്ഞു പോയി.